അതിസുരക്ഷാ മേഖലയായ സെക്രട്ടേറിയറ്റിൽ സിനിമാ ചിത്രീകരണത്തിനിടെ ലൈംഗിക പീഡനമുണ്ടായെന്ന നടിയുടെ ആരോപണത്തിൽ പ്രത്യേക അന്വേഷണം വേണ്ടിവരും. സിനിമാ ചിത്രീകരണത്തിന് സെക്രട്ടേറിയറ്റിൽ അനുമതി നൽകാറുണ്ട്. ഇതിനിടെ സ്ത്രീക്കു നേരെ അതിക്രമമുണ്ടായി എന്നാണ് പരാതി. അതും നടൻ ജയസൂര്യ. ഈ ഒരു സാഹചര്യത്തിൽ പരാതി കിട്ടിയാൽ പോലീസ് ഗൗരവത്തിൽ അന്വേഷിക്കും. നടൻ ജയസൂര്യയാണ് ഈ സംഭവത്തിൽ പ്രതിക്കൂട്ടിൽ. 2008 പീഡനം. പിണറായി സർക്കാരിന് ജയസൂര്യയോട് അത്ര താല്പര്യമില്ല. കൃഷിക്കാരുമായി ബന്ധപ്പെട്ട ജയസൂര്യയുടെ പ്രസ്താവന സർക്കാരിനേറെ തലവേദന സൃഷ്ടിച്ചതാണ്. ഈ സാഹചര്യത്തിൽ ജയസൂര്യക്കെതിരെ കരുതലോടെ നീങ്ങാനാണ് സർക്കാർ തീരുമാനം. ആരോപണം ഉന്നയിച്ച നടി പരാതി നൽകുമെന്നും സർക്കാർ വിലയിരുത്തുന്നു. പരാതി കിട്ടിയാൽ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമാകും നടപടികളിലേക്ക് കടക്കുക. പ്രത്യേക പോലീസ് സംഘം ഇതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് ചിത്രീകരണത്തിനിടെ ഇടനാഴിയിൽ വെച്ച് യുവനടൻ കടന്നുപിടിച്ച് ചുംബിച്ചെന്നാണ് കഴിഞ്ഞ ദിവസം ഒരു നടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത്. നടിയുടെ പരാതി കിട്ടിയില്ലെങ്കിലും പോലീസിന് അന്വേഷിക്കാതിരിക്കാനാവില്ല. കന്റോൺമെന്റ് പോലീസാകും അന്വേഷണം. സെക്രട്ടേറിയറ്റിൽ മാധ്യമപ്രവർത്തകർക്ക് പോലും കടുത്ത നിയന്ത്രണമാണ്. പീഡനം നടക്കുമ്പോൾ നിയന്ത്രണം അത്ര ശക്തമാക്കിയിരുന്നില്ലെങ്കിലും സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തു എന്നത് ഗൗരവമുള്ളതാണ്. ജയസൂര്യക്കെതിരെ സെക്രട്ടേറിയറ്റ് പീഡനം ഉന്നയിച്ച നടിയുടെ ആരോപണം ഇങ്ങനെയാണ്. അമ്മ സംഘടനയിൽ അംഗത്വം ലഭിക്കുന്നതിന് ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങണമെന്ന് നടൻ ആവശ്യപ്പെട്ടതായി നടി ആരോപിച്ചു. നടന്മാരായ ജയസൂര്യ, ഇടവേള ബാബു, മുകേഷ്, മണിയൻപിള്ള രാജു എന്നിവർ മോശമായി പെരുമാറിയതായും നടി ആരോപിച്ചു. വർഷങ്ങൾക്ക് മുൻപ് നടന്മാരിൽ നിന്നും നേരിട്ട മോശമായ പെരുമാറ്റത്തെക്കുറിച്ചാണ് വെളിപ്പെടുത്തിയത്. സിനിമയിലെ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്താൻ കൂടുതൽ പേർ മുന്നോട്ട് വരണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് എല്ലാം തുറന്നു പറയുന്നതെന്ന് നടി പറഞ്ഞു. ആദ്യത്തെ ദുരനുഭവം 2008 ഉണ്ടായതെന്ന് പറയുന്നു. ജയസൂര്യയുടെ ഭാഗത്തു നിന്നാണ് മോശമായ പെരുമാറ്റം ഉണ്ടായത്. സെക്രട്ടേറിയറ്റിനുള്ളിലായിരുന്നു ഷൂട്ടിംഗ്. റെസ്റ്റ് റൂമിൽ പോയിട്ട് വന്നപ്പോൾ ജയസൂര്യ പുറകിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിച്ചു. ഫ്ളാറ്റിലേക്ക് വരാൻ ക്ഷണിച്ചു. പിന്നീട് ശല്യം ഉണ്ടായില്ല. ആരോടെങ്കിലും ഇക്കാര്യം പറയാൻ പേടിയായിരുന്നുവെന്ന് നടി പറഞ്ഞു. 2013 ആയപ്പോഴേക്കും താൻ 6 സിനിമകളിൽ അഭിനയിച്ചു. 3 സിനിമയിൽ അഭിനയിച്ചാൽ അമ്മ സംഘടനയിൽ അംഗത്വം നൽകും. ഇടവേള ബാബുവിനെ ഫോണിൽ വിളിച്ചപ്പോൾ ഫോം പൂരിപ്പിക്കാൻ ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചു. ഫോം പൂരിപ്പിച്ചുകൊണ്ട് നിന്നപ്പോൾ ഇടവേള ബാബു മോശമായി പെരുമാറി. പെട്ടെന്ന് ഫ്ളാറ്റിൽ നിന്നിറങ്ങി. അമ്മയിൽ അംഗത്വം കിട്ടിയില്ല. പിന്നീട് നടൻ മുകേഷ് ഫോണിൽ വിളിച്ചു. മോശമായി സംസാരിച്ചു. നേരിട്ട് കണ്ടപ്പോഴും മുകേഷ് മോശമായി സംസാരിച്ചു. വില്ലയിലേക്ക് വരാൻ ക്ഷണിച്ചു. മുകേഷിനോട് പിന്നെ സംസാരിച്ചിട്ടില്ല. മണിയൻപിള്ള രാജു മോശമായി പെരുമാറി. ഒരുമിച്ച് വാഹനത്തിൽ സഞ്ചരിച്ചപ്പോൾ മോശമായി സംസാരിച്ചു. മുറിയുടെ വാതിലിൽ മുട്ടിൽ. പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ, വിച്ചു എന്നിവരും മോശമായി പെരുമാറി. പിന്നീട് അമ്മയിൽ നിന്ന് ഒരാൾ വിളിച്ച് ഇപ്പോൾ അംഗത്വം തരാൻ കഴിയില്ലെന്ന് അറിയിച്ചു. ഇതിനുശേഷം എല്ലാം അടുത്താണ് ചെന്നൈയിലേക്ക് പോയതെന്നും നടി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി താരങ്ങളാണ് ഇത്തരത്തിൽ തങ്ങൾക്ക് നേരിടേണ്ടി വന്ന അനുഭവത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് അന്വേഷിക്കാൻ 7 അംഗ സംഘം എത്തുകയാണ്. വനിതാ പോലീസ് ഉൾപ്പെട്ട സംഘമാണ് എത്തുന്നത്. ഇനി ആരോപണം നടത്തിയവരുടെ മൊഴി എടുക്കും. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും. അതിനുശേഷമാണ് ഇത്തരത്തിൽ എല്ലാവരിലേക്കും അന്വേഷണം എത്തുക.